ടെക് ലോകത്തെ വാർത്തകൾ. ജൂലൈ മാസത്തെ വാഹന വിൽപ്പനയിൽ മികച്ച മുന്നേറ്റവുമായി എസ്കോർട്സ് കുബോട്ടയും SML മഹീന്ദ്രയും. കാർഷിക യന്ത്ര മേഖലയിൽ ശക്തമായ വളർച്ചയാണ് എസ്കോർട്ട് കുബോട്ട സ്വന്തമാക്കിയത്. ജൂലൈ മാസത്തിൽ എസ്കോർട്ട് കുബോട്ട ട്രാക്ടർ വിൽപ്പനയിൽ 22% വർധനയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ 7154 ട്രാക്ടറുകളായിരുന്നു വിറ്റഴിച്ചത്. ഈ വർഷം അതേ കാലയളവിൽ വിൽപ്പന 8731 യൂണിറ്റായി ഉയർന്നു. മികച്ച കാലവർഷവും ഖരീഫ് വിളവിറക്കൽ ഊർജിതമായതും ഗ്രാമീണ മേഖലയിലെ ട്രാക്ടറുകളുടെ ആവശ്യകത വർദ്ധിപ്പിച്ചത് വിൽപ്പനയിലെ മുന്നേറ്റത്തിന് പ്രധാന കാരണമായി. കാർഷിക മേഖലയിലെ മികച്ച ഡിമാൻഡ് കമ്പനിക്ക് നേട്ടമായി. നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ യന്ത്രങ്ങളുടെ വിൽപ്പനയിലും എസ്കോർട്ട് കുബോട്ട മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഈ വിഭാഗത്തിൽ 49.2% വളർച്ചയാണ് കമ്പനി നേടിയത്. രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും നിർമ്മാണ മേഖലയിലെ വർദ്ധിച്ച പ്രവർത്തനങ്ങൾക്കുമാണ് ഈ വളർച്ചയുടെ പ്രധാന പിന്തുണ. അതേസമയം വാണിജ്യ വാഹന നിർമ്മാതാക്കളായ SML മഹീന്ദ്രയും ജൂലൈ മാസത്തിൽ മികച്ച വിൽപ്പന വളർച്ച രേഖപ്പെടുത്തി. കമ്പനിയുടെ മൊത്തം വാഹന വിൽപ്പനയിൽ 12% വർധനയാണുണ്ടായത്. പാസഞ്ചർ വാഹന വിഭാഗത്തിലെ 21% വളർച്ചയാണ് SML മഹീന്ദ്രയുടെ പ്രകടനത്തിന് പ്രധാന കരുത്തായത്. കാർഗോ വാഹന വിഭാഗത്തിൽ നേരിയ ഇടിവുണ്ടായെങ്കിലും പാസഞ്ചർ വാഹനങ്ങളുടെ ഉയർന്ന ആവശ്യകത കമ്പനിയുടെ മൊത്തം വിൽപ്പന കണക്കുകൾ മെച്ചപ്പെടുത്താൻ സഹായിച്ചു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മാരുതി സുസുക്കിയുടെ ജനപ്രിയ MPV മോഡലായ XL6-ന് പുതിയ മുഖം. ഫേസ് ലിഫ്റ്റ് പതിപ്പ് ഉടൻ വിപണിയിലെത്തും. ബ്രസ ഫേസ് ലിഫ്റ്റിന് പിന്നാലെ ജനപ്രിയ മോഡലുകളിൽ മിഡ് ലൈഫ് അപ്ഡേറ്റുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മാരുതി സുസുക്കി. ബെലനോ, ഫ്രോങ്സ്, ഗ്രാൻഡ് വിറ്റാര, XL6 തുടങ്ങിയ മോഡലുകൾക്ക് പുതുക്കിയ പതിപ്പുകൾ കമ്പനി അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ ഏറെ ശ്രദ്ധ നേടുന്നത് 2026 മാരുതി XL6 ഫേസ് ലിഫ്റ്റാണ്. ഇന്തോനേഷ്യൻ വിപണിയിൽ അവതരിപ്പിച്ച പുതിയ സുസുക്കി XL7-ലെ മാറ്റങ്ങൾ ഇന്ത്യൻ വിപണിയിലെ XL6 ഫേസ് ലിഫ്റ്റിലും പ്രതീക്ഷിക്കാം. പുതിയ XL6-ൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ വാഹനത്തിന്റെ മുൻഭാഗത്തായിരിക്കും പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വലിപ്പമുള്ള പുതിയ ഗ്രിൽ, ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലുള്ള സ്ലാറ്റുകൾ, പുതുക്കിയ ബമ്പർ, പുതിയ ഡിസൈനിലുള്ള ഹെഡ്ലാമ്പ് ഹൗസിംഗ് എന്നിവ വാഹനത്തിന് കൂടുതൽ ശക്തമായ രൂപം നൽകും. വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈലിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ലെങ്കിലും പുതിയ ഡിസൈനിലുള്ള 16 ഇഞ്ച് അലോയ് വീലുകൾ ലഭിച്ചേക്കും. അകത്തളങ്ങളിലും ചില പരിഷ്കാരങ്ങളുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. പുതിയ XL7-ൽ നൽകിയിരിക്കുന്നത് പോലെ വലിപ്പം കൂടിയ പുതുക്കിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സംവിധാനം പുതിയ XL6-ലും ലഭിച്ചേക്കും. അതേസമയം മെക്കാനിക്കൽ വിഭാഗത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകാൻ സാധ്യതയില്ല. നിലവിലെ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ തന്നെ പുതിയ XL6-ൽ ഫേസ് ലിഫ്റ്റിലും തുടർന്നേക്കും. പുതിയ XL6-ന്റെ CNG പതിപ്പിൽ ശ്രദ്ധേയമായൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലെ മോഡലിൽ ബൂട്ട് സ്പേസ് കുറയ്ക്കുന്ന രീതിയിലുള്ള CNG ടാങ്കിന് പകരം അടിഭാഗത്ത് ഘടിപ്പിക്കുന്ന ടാങ്ക് സംവിധാനം ലഭിച്ചേക്കും. ഇതിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ ലഗേജ് സ്പേസ് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഓഗസ്റ്റ് മാസത്തിൽ ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ വിപണി കൂടുതൽ സജീവമാകുന്നു. ഗൂഗിൾ, വിവോ, OnePlus ഉൾപ്പെടെയുള്ള പ്രമുഖ കമ്പനികൾ പുതിയ മോഡലുകളുമായി ഉപയോക്താക്കളുടെ ശ്രദ്ധ നേടാൻ ഒരുങ്ങുകയാണ്. ആഗോളതലത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ അതിവേഗ വളർച്ചയോടെ ഉയർന്ന പ്രകടനമുള്ള സെമി കണ്ടക്ടർ ചിപ്പുകൾക്കുള്ള ആവശ്യകത റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്മാർട്ട് ഫോണുകളുടെ അവിഭാജ്യ ഘടകമായ സെമി കണ്ടക്ടർ ചിപ്പുകൾക്ക് വിപണിയിൽ വൻ സമ്മർദ്ദവും വിലക്കയറ്റവും നേരിടുന്ന സാഹചര്യത്തിലും സ്മാർട്ട് ഫോൺ വിപണിയിലെ മത്സരം ഒട്ടും കുറയുന്നില്ല. ഗൂഗിൾ, വിവോ, OnePlus ഉൾപ്പെടെ നിരവധി കമ്പനികളുടെ പുതിയ മോഡലുകളാണ് വിപണിയിൽ പുതുതരംഗം സൃഷ്ടിക്കാനായി ഈ മാസം എത്തുന്നത്. ഓഗസ്റ്റ് 12 നടക്കുന്ന ലോഞ്ച് പരിപാടിയിൽ ഗൂഗിൾ പിക്സൽ 11 സീരീസിലെ 4 മോഡലുകളാണ് കമ്പനി അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗൂഗിൾ വികസിപ്പിച്ച ടെൻസർ G6 പ്രോസസ്സറാണ് എല്ലാ മോഡലുകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. OnePlus N6X മോഡലിന്റെ വിൽപ്പന അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കാനാണ് കമ്പനി ലക്ഷ്യം വയ്ക്കുന്നത്. ഓഗസ്റ്റ് 6 വിപണിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന വിവോ S2 ഫോൺ വിവോയുടെ S സീരീസിന്റെ തിരിച്ചുവരവാണ്. 7000 mAh ബാറ്ററിയും 120Hz LED ഡിസ്പ്ലേയും ഇതിന്റെ പ്രധാന സവിശേഷതയാണ്. ഷവോമിയുടെ ജനപ്രിയ നോട്ട് സീരീസിലെ പുതിയ മോഡലായ റെഡ്മി നോട്ട് 17 ഓഗസ്റ്റ് 6 ഇന്ത്യയിൽ അവതരിപ്പിക്കും. 8000 mAh ബാറ്ററി, 4 നാനോമീറ്റർ സാങ്കേതികവിദ്യ നിർമ്മിച്ച കാൽകോം സ്നാപ്ഡ്രാഗൺ 4Gen 4 പ്രോസസർ, 8GB RAM എന്നിവയാണ് പ്രധാന സവിശേഷതകൾ. 2 നിറങ്ങളിൽ ഫോൺ ലഭ്യമാകുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന് വിവോ 18 ആണ്. ഈ മാസം തന്നെ പുതിയ V സീരീസ് മോഡൽ അവതരിപ്പിക്കുമെന്നാണ് സൂചന. എന്നാൽ ഇന്ത്യയിലെ ഔദ്യോഗിക ലോഞ്ച് തീയതി കമ്പനി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.